ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് KPSTA സ്വദേശ് മെഗാ ക്യൂസ് 2026 പാർട്ട് 3 ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണം എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായി. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കൊക്കെ കാരണം എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ദിവസം വേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനലിൽ ഇത് KPSTA സ്വദേശ് മെഗാ ക്യൂസ് പാർട്ട് 3 ആണ്. പാർട്ട് 3 ഫൈനൽ പാർട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിടാൻ കാരണം കുറച്ച് തിരക്കൊക്കെയാണ്. അതുകൊണ്ട് ഇനി ഓണം കഴിയുന്നത് വരെ കുറച്ച് തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി വീഡിയോസ് വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ സോഷ്യൽ സയൻസ് ക്യൂസ്, അക്ഷരമുറ്റം ക്യൂസ്, വായനാ ദിന ക്യൂസ്, ബഷീർ ദിന ക്യൂസ്, അങ്ങനെ എല്ലാ ക്യൂസിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വട്ടമേശ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം ലണ്ടൻ. ഗാന്ധിജി, സരോജിനി നായിഡു തുടങ്ങിയവർ പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം 1931. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ഉത്തരം റൗലറ്റ് നിയമം. വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ VJD ഹാൾ തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ടൗൺ ഹാൾ ആണ്. 2019 മഹാനായ ഒരു കേരളീയൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടു. ആരുടെ പേരിലാണ് ചെയ്യപ്പെട്ടത്? ഉത്തരം മഹാത്മാ അയ്യങ്കാളി. 2026 ജപ്പാൻ ഓപ്പൺ ബാഡ്മിൻ്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? ഉത്തരം PV സിന്ധു, ഇന്ത്യ. 2026 ജൂലൈയിൽ കേരള സർക്കാർ സ്കൂളുകളിൽ ആരംഭിച്ച പുതിയ ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? ഉത്തരം ഡിജിറ്റൽ സ്ക്വയർ. ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച വിപ്ലവകാരി ആരാണ്? ഉത്തരം താന്തിയോ തോപ്പി. താന്തിയോ തോപ്പിയെ തൂക്കിലേറ്റ വർഷം ഏതാണ്? ഉത്തരം 1859. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏതാണ്? 1927. സൈമൺ കമ്മീഷനെതിരായുള്ള പ്രതിഷേധത്തിൽ പോലീസിന്റെ മർദ്ദനമേറ്റ് മരിച്ച നേതാവ് ആരാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്. കഗോരി ട്രെയിൻ കൊള്ള നടന്ന വർഷം ഏതാണ്? ഉത്തരം 1925. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? ഉത്തരം പ്ലാസി യുദ്ധം 1757. ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1809. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1936.
ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്നാണ്? ഉത്തരം 1950 നവംബർ 26. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ആനി ബസന്റ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ലാല ലജ്പത് റായ്. അറുപത്തിമൂന്ന് ദിവസം നിരാഹാര സമരം നടത്തി മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ജതീന്ദ്രനാഥ് ദാസ്. 24 വയസ്സ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. മൈക്കിൾ ഒ ഡയറിനെ വധിച്ച ദേശാഭിമാനി ആരാണ്? ഉത്തരം ഉധം സിംഗ്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം എന്താണ്? ഉത്തരം ചൗരി ചൗര സംഭവം. ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1928. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരെന്താണ്? ഉത്തരം മണികർണിക അല്ലെങ്കിൽ മനുബായ്. ഉപ്പു സത്യാഗ്രഹത്തോടെ അനുബന്ധിച്ച് ഗാന്ധിജിയും കൂട്ടരും പാടിയ പാട്ടെന്താണ്? ഉത്തരം രഘുപതി രാഘവ രാജാറാം. രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം എഴുതിയതാരാണ്? ഉത്തരം തുളസീദാസ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ചോദ്യം ഇതാണ്. ദണ്ഡി യാത്രയെ ചായക്കപ്പിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഉത്തരം ഇർവിൻ പ്രഭു. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയതാരാണ്? ഉത്തരം വെങ്കിട്ട സുബ്ബറാവു. ഗാന്ധിജിയുടെ രണ്ടാമത്തെ കേരള സന്ദർശനം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച്. ഇന്ത്യക്കാർക്ക് എന്ന പ്രശസ്ത മുദ്രാവാക്യം ആദ്യം മുഴക്കിയതാരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. മൗലിക കടമകൾ ഏതു രാജ്യത്തിൽ നിന്ന് സ്വീകരിച്ചതാണ്? ഉത്തരം മുൻ സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയുടെ മനുഷ്യസഹിത ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ഉത്തരം പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ജാഥയിൽ ആകെ എത്ര പേരുണ്ടായിരുന്നു? ഉത്തരം 33 പേർ. കെ കേളപ്പനെ അറസ്റ്റ് ചെയ്ത ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാരാണ്? ഉത്തരം മൊയ്യാരത്ത് ശങ്കരൻ.
എത്ര ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തെത്തുന്നത്? ഉത്തരം 24 ദിവസം. ഏപ്രിൽ 6-ന്. ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? ഉത്തരം 61 വയസ്സ്. ഉപ്പ് സത്യാഗ്രഹ യാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം കാന്തിലാൽ, 18 വയസ്സ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഉപ്പു സത്യാഗ്രഹ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഗാന്ധിജി എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? ഉത്തരം ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ എൻ്റെ ജഡം കടലിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കാണും. ഉപ്പു സത്യാഗ്രഹ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ഇർവിൻ പ്രഭു. കേരളത്തിന്റെ പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം എൻ ശേഷാദ്രിനാഥൻ. 2026 ഫുട്ബോൾ ലോകകപ്പിൽ യോഗ്യത നേടിയ ഏറ്റവും ചെറിയ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഉത്തരം കുറസാവു. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ നോക്കുന്നത് ഗാന്ധിജിയുടെ കേരള സന്ദർശനമാണ്. അപ്പോൾ നമുക്ക് ഗാന്ധിജിയുടെ കേരള സന്ദർശനം മുഴുവൻ പഠിക്കാം. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് 1920. വന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിന്. രണ്ടാമത് വന്നത് 1925 വന്നത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച്. ഗാന്ധിജി മൂന്നാമത് വന്നത് 1927 ഖാദി പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി വന്നു. നാലാമത് വന്നത് 1934 വന്നത് ഹരിജൻ ഫണ്ട് ശേഖരണത്തിന്. അഞ്ചാമത് വന്നത് 1937 വന്നത് എന്തിനാണ് വന്നത് ചോദിക്കുകയാണെങ്കിൽ സാമൂഹിക പരിഷ്കരണങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പോൾ ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നോക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജിയോടൊപ്പം കേരളത്തിൽ വന്ന പ്രധാന നേതാവ് ആരാണ്? ഉത്തരം മൗലാന ഷൗക്കത്ത് അലിയാണ്. ഈ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വൈക്കം സത്യാഗ്രഹത്തിനിടെ ഗാന്ധിജി കണ്ടുമുട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ചോദിക്കുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരു. ഈ മൂന്നാമത്തെ ചോദ്യമാണ്. ഗാന്ധിജിക്ക് സ്വർണ്ണവള ഊരിക്കൊടുത്ത പെൺകുട്ടി ആരാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൗമുദി ടീച്ചറാണ് ഗാന്ധിജിക്ക് സ്വർണ്ണവള ഊരിക്കൊടുത്തത്. ഇനി നാലാമത്തെ ചോദ്യം. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി എന്താണ് വിശേഷിപ്പിച്ചത്? അത് ആധുനിക കാലത്തെ അത്ഭുതം എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഇനി അഞ്ചാമത്തെ ചോദ്യം. ഗാന്ധിജിയും നാലാം സന്ദർശന സമയത്ത് കണ്ടുമുട്ടിയ കവി ചോദിക്കുകയാണെങ്കിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ്. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആറാമത്തത്. ഗാന്ധിജി മാവിൻ തൈ നട്ട കേരളത്തിലെ കോളേജ് ചോദിക്കുകയാണെങ്കിൽ CU കോളേജ്. അപ്പം ഞാൻ ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ നമ്മുടെ ഗാന്ധിജിയുടെ കേരള സന്ദർശനവും ഇപ്പോൾ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫോട്ടോ ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നില്ലാവും നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ഏറ്റവും ലാസ്റ്റ് നോക്കിയാൽ കാണാം. അപ്പോൾ നമുക്ക് വീണ്ടും ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം JB കൃപലാനി. ഗാന്ധിജി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ വർഷം ഏതാണ്? ഉത്തരം 1924.
എവിടെ വെച്ചായിരുന്നു സമ്മേളനം? ഉത്തരം ബെൽഗാം. ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം CR ദാസ്. ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ വ്യക്തി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിത ആരാണ്? ഉത്തരം ആനി ബസന്റ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം അരവിന്ദ ഘോഷ്. ആയിരത്തി 1857 കലാപത്തിൽ കാൺപൂരിലെ വിപ്ലവ നേതാവ് ആരായിരുന്നു? ഉത്തരം നാനാ സാഹിബ്. രാജ്യത്തിന് സ്വയം ഭരണം വേണം എന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ച ധീര ദേശാഭിമാനി ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. നിലവിലെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ദ്രൗപദി മുർമു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ 15ൽ കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മത്സരം തീയതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ചില സാഹചര്യങ്ങളിൽ കൊണ്ട് മത്സരം ഓഗസ്റ്റ് 11-നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതെല്ലാവരും ഈ കാര്യം അറിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. Thank you for watching.